കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ് കുടുംബം, കുടുംബജീവിതം, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിലെ വെല്ലുവിളികൾ, കുടുംബജീവിതത്തിൻ്റെ തകർച്ച. ഈ വിഷയങ്ങളിൽ ദൈവവചനത്തെ ആസ്പദമാക്കി ദാമ്പത്യം എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകാൻ സാധിക്കാത്തതാണ് പലപ്പോഴും കുടുംബത്തിൽ കലഹമുണ്ടാകുന്നതിന്, കുടുംബ ജീവിതത്തിൻ്റെ തകർച്ച സംഭവിക്കുന്നതിന് കാരണങ്ങളിൽ ഒന്ന്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ 3-4 വാക്കുകൾ വളരെ വ്യക്തമായിട്ട് ദാമ്പത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ട ദാമ്പത്യ ധർമ്മം നിറവേറ്റണം, അതുപോലെ തന്നെ ഭാര്യയും. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനാണ് അധികാരം. ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കാണ് അധികാരം. ദൈവം ഒന്നായി സൃഷ്ടിച്ചു, അതുകൊണ്ട് നാം ഒറ്റ ശരീരമാണ് എന്ന് എപ്പോഴാണോ ഒരു ഭാര്യയും ഭർത്താവും വിശ്വസിക്കുന്നത്, അപ്പോൾ മാത്രമാണ് ഈ ദാമ്പത്യത്തെ ഒരു ധർമ്മമായിട്ട്, കടമയായിട്ട് കാണാനായിട്ട് സാധിക്കും. സാധാരണ ജീവിതത്തിൽ ഈ ദാമ്പത്യം ഒരു പ്രവൃത്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉപകാരം ചെയ്യാനോ പ്രതികാരം ചെയ്യാനോ ഉള്ള ഒരു പ്രവൃത്തിയായിട്ട് ഇത് ഇന്ന് തരം താണ് പോയിരിക്കുന്നു. ഇതിനോട് ചേർന്നുള്ള മറ്റൊരു മേഖലയാണ് സംശയത്തോടു കൂടിയുള്ള ദാമ്പത്യം. വിവാഹം കഴിഞ്ഞ ഏതാനും നാളുകൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിയുമ്പോഴാണ് ചിലപ്പോഴൊക്കെ ചിലരിലെങ്കിലും ഈ ഒരു സംശയമുണ്ടാകുക: ഈ വ്യക്തി തന്നെയാണോ എൻ്റെ ജീവിത പങ്കാളി? ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഇവളെ വിവാഹം ചെയ്യാനായിരുന്നോ ദൈവം ആഗ്രഹിച്ചിരുന്നത്? ഞാൻ ഓർക്കുന്നു, വിവാഹം നടക്കുമ്പോൾ അന്ന് പലരും എന്നോട് ഇത് വേണ്ട എന്ന് പറഞ്ഞു. പലരും നിരുത്സാഹപ്പെടുത്തി. എൻ്റെ മനസ്സ് തന്നെ പലവട്ടം എന്നോട് ചോദിച്ചു, ഇത് തന്നെയാണോ ഞാൻ കണ്ടെത്തേണ്ട യഥാർത്ഥ ജീവിത പങ്കാളി? ദൈവേഷ്ടം ഇത് തന്നെയാണോ? പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ വിവാഹം ആശീർവദിക്കപ്പെട്ട ആ നിമിഷം ദൈവത്തിൻ്റെ അഭിഷിക്തൻ സ്ത്രീയും പുരുഷനുമായിട്ട് വന്ന നിങ്ങളെ രണ്ടുപേരെയും ഭാര്യയും ഭർത്താവുമായിട്ട് നിയോഗിക്കുന്ന ആ നിമിഷം, ആ വിവാഹത്തിന് ലഭിക്കുന്നത് സ്വർഗത്തിൻ്റെ അംഗീകാര മുദ്രയാണ്. ടർക്കിയിൽ പോയാൽ നല്ല കാർപ്പറ്റ് ഉണ്ടാക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അവിടെ കാർപ്പറ്റ് കൈ കൊണ്ടാണ് ഇങ്ങനെ തുന്നി ഉണ്ടാക്കുന്നത്. അത് ചെയ്യുന്നത് 12 വയസ്സ് മുതൽ മുകളിലേക്കുള്ള കുഞ്ഞുങ്ങളാണ് അത് നടത്തുക. ഓരോ കാർപ്പറ്റിനും ഓരോ പ്രത്യേക ഡിസൈനായിരിക്കും. ഉണ്ടാക്കേണ്ട കാർപ്പറ്റിൻ്റെ ഡിസൈൻ അവിടെയുള്ള പ്രായമുള്ള പരിചയമുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഇതിൻ്റെ എല്ലാം പിറകിലിരുന്ന് ഓരോരുത്തർക്കും അവർ ചെയ്യേണ്ടതായിട്ടുള്ള ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ചിലപ്പോഴെങ്കിലും ഈ കൈ കൊണ്ട് ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കെട്ട് തെറ്റിപ്പോയി അത് കടും കെട്ടാകാനായിട്ട് സാധ്യതകളുണ്ട്. ഒരിക്കൽ ഒരു കുഞ്ഞിനോട് ഒരാൾ വന്ന് ചോദിച്ചു, നീ ഈ കാർപ്പറ്റ് തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും കാരണത്താൽ അതിലൊരു കടുംകെട്ട് വീണാൽ നീ ആ കാർപ്പറ്റ് എന്തു ചെയ്യും? അത് നശിപ്പിച്ചു കളയുമോ? ആ കുഞ്ഞു പറഞ്ഞു, ദാ എൻ്റെ പിറകിൽ ഇതിൻ്റെ ഒരു മാസ്റ്റർ ഡിസൈനറുണ്ട്. ഒരുപക്ഷെ ഒരു കടുംകെട്ട് വീണാൽ തന്നെ ആ കടുംകെട്ടിനെ മറ്റൊരു ഡിസൈനിൻ്റെ
മനോഹരമായ ഒരു ഭാഗമാക്കി മാറ്റുവാനായിട്ട് ഈ മാസ്റ്റർ ഡിസൈനറിന് സാധിക്കും. സഹോദര സഹോദരി, നിന്റെ വിവാഹ ജീവിതത്തിൽ നീ എന്തെങ്കിലും രീതിയിൽ ഇങ്ങനെ സംശയിക്കുന്നു എങ്കിൽ, കടുംകെട്ടായിപ്പോയി എന്ന് നീ വിശ്വസിക്കുന്നു എങ്കിൽ, ഒരു റോങ് നോട്ടായിപ്പോയല്ലോ എന്ന് വല്ലപ്പോഴുമൊക്കെ നീ വിചാരിക്കുന്നുണ്ട് എങ്കിൽ, അതുകൊണ്ട് തന്നെ ഇന്ന് നിനക്ക് വിവാഹ ജീവിതം അനുഗ്രഹപ്രദമായിട്ട് മാറുന്നില്ല എങ്കിൽ, സന്തോഷവും സമാധാനവും അനുഗ്രഹമൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ, വിശ്വസിക്കുക, മാസ്റ്റർ ഡിസൈനർ, മുകളിലിരിക്കുന്ന മാസ്റ്റർ ഡിസൈനർ ആ കെട്ടിനെ മനോഹരമായ മറ്റൊരു ഡിസൈൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിവുള്ളവനാണ്. പ്രൈസ് അല്ലാഹ്. ഇതിനോട് ചേർന്നുള്ള മറ്റൊരു മേഖലയാണ് മണവറയെ മലിനമാക്കുന്നവർ. വിശുദ്ധ പൗലോസിൻ്റെ ഹെബ്രായർക്കാർക്കുള്ള ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വചനം പറയുകയാണ്, വിവാഹം എല്ലാവരുടെയും ഇടയിൽ മാന്യമായി കരുതപ്പെടട്ടെ, മണിയറ മലിനമാകാതിരിക്കട്ടെ. പ്രിയ സഹോദര, നിന്റെ വിവാഹത്തിന് മുമ്പ് വിവാഹത്തിന് ശേഷവും നീ ഒത്തിരി സ്ത്രീകളെ കണ്ടിട്ടുണ്ടാകും, പരിചയപ്പെട്ടിട്ടുണ്ടാകും. കുറച്ചു പേരെയെങ്കിലും നിനക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ 1, 2, 3 പേരൊക്കെ കണ്ടപ്പോൾ, കൂടുതൽ പരിചയപ്പെട്ടപ്പോൾ, കൂടുതൽ അടുത്തപ്പോൾ നീ ഇങ്ങനെ ഒരു പക്ഷേ ആഗ്രഹിച്ചു കാണും, ഇവളെ എനിക്ക് ഭാര്യയായി കിട്ടിയിരുന്നു എങ്കിലെന്ന്. തെറ്റില്ല. പക്ഷേ ഇന്ന് നീ വിവാഹിതനായിരിക്കുമ്പോൾ, ഇന്ന് നിൻ്റെ ഭാര്യയുമായിട്ട് നിൻ്റെ മണിയറയിൽ നീ സ്നേഹം പങ്കിടുമ്പോൾ, ശാരീരികമായിട്ട് ബന്ധപ്പെടുമ്പോൾ, ആ സ്ത്രീയെ ഓർത്ത് നിൻ്റെ ഭാവനയിൽ നിൻ്റെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ടാണ് നീ നിൻ്റെ ഭാര്യയുമായിട്ടുള്ള ദാമ്പത്യ ധർമ്മം നിർവഹിക്കുന്നത് എങ്കിൽ, നീ നിൻ്റെ മണവറയെ മലിനപ്പെടുത്തുകയാണ്. സഹോദരി, നിൻ്റെ വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും ഒത്തിരി പുരുഷന്മാരെ കണ്ടിട്ടുണ്ടാകും, പരിചയപ്പെട്ടിട്ടുണ്ടാകും. കുറേ പേരെ നിനക്ക് നന്നായിട്ടറിയാം, വ്യക്തിപരമായിട്ടറിയാം. കുറച്ചു പേരോടെങ്കിലും ഒത്തിരി അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. 1, 2 പേരെയൊക്കെ ഒരുപക്ഷെ നീ ചിലപ്പോൾ വിചാരിച്ചു കാണും, ആഗ്രഹിച്ചു കാണും, ഇദ്ദേഹത്തെ എനിക്ക് ഭർത്താവായി കിട്ടിയിരുന്നു എങ്കിൽ. തെറ്റില്ല. ഇന്ന് നിൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ, നിൻ്റെ ഭർത്താവുമായിട്ട് നീ ജീവിക്കുമ്പോൾ, നിൻ്റെ മണിയറയിൽ, നിൻ്റെ ബെഡ്റൂമിൽ നീ സ്നേഹം പങ്കിടുമ്പോൾ, ശരീരം പങ്കിടുമ്പോൾ, ദാമ്പത്യ ധർമ്മം നിറവേറ്റുമ്പോൾ, ആ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവനെ വിചാരിച്ച് ആഗ്രഹിച്ച് ആ ദാമ്പത്യം നിറവേറ്റുകയാണ് എങ്കിൽ, നീ നിൻ്റെ മണവറയെ മാലിന്യപ്പെടുത്തുകയാണ്, നീ വ്യഭിചാരം ചെയ്യുകയാണ്. കുടുംബജീവിതം കൂടുതൽ മനോഹരമാകാൻ, തകർച്ചകളെ ഒഴിവാക്കാൻ നമുക്കിനിയും വേണ്ടത് ബന്ധങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. കുടുംബ ബന്ധത്തിൽ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധം, അത് ദൈവവചന അധിഷ്ഠിതമായിട്ട് യഥാർത്ഥമായിട്ടും തിരിച്ചറിയുകയാണ് നാം വേണ്ടത്. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 22 മുതൽ അങ്ങോട്ടുള്ള വചനങ്ങൾ മുഴുവൻ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്കുള്ള വിശുദ്ധ പൗലോസ് ശ്ലീഹയുടെ വ്യക്തമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമാണ്. 22 ഇങ്ങനെയാണ് പറയുക, ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ എന്ന പോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. ഭാര്യമാരെ കർത്താവിനെ എന്ന പോലെ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കുവേൻ. ചുരുക്കത്തിൽ, നിങ്ങളിൽ ഓരോ വ്യക്തിയും സ്വന്തം ശരീരത്തെ എന്ന പോലെ തന്നെ സ്നേഹിക്കണം.
ഓരോ ഭർത്താവും തൻ്റെ സ്വന്തം ശരീരത്തെ എന്ന പോലെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താവിന് വിധേയപ്പെട്ടിരിക്കണം. അപ്പോൾ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു, ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ട് ഭർത്താവിനെ ബഹുമാനിക്കുന്നു. ഇതാണ് ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ സംവിധാനം. ഈ സംവിധാനത്തിന് എതിരായിട്ട് ആരെല്ലാം പ്രവർത്തിക്കുന്നുവോ അവിടെ തകർച്ച അനുഭവപ്പെടുന്നു. ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല. ഈ നാളുകളിലൊക്കെ വിധേയ ഇല്ലായ്മയുടെ കുറേ കുടുംബങ്ങൾ വിധേയമില്ലായ്മ ഇല്ലാത്തതുകൊണ്ട് തകരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, പ്രായം. പണ്ടൊക്കെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പ്രായത്തിൻ്റെ വ്യത്യാസം ഏറ്റവും കുറഞ്ഞത് 5 വയസ്സ് എന്ന് ഒരു നാട്ടുനടപ്പുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വിവാഹങ്ങൾ നടക്കുന്നത് ഫേസ്ബുക്കിലും വാട്സപ്പിലും മറ്റ് മീഡിയയിലൂടെയുമൊക്കെ ആയതുകൊണ്ട്, ക്ലാസ്മേറ്റ്സും കോളേജ് മേറ്റ്സും ഒക്കെ ആയതുകൊണ്ട് ഇന്ന് അധികം പ്രായ വ്യത്യാസങ്ങൾ ഇല്ല. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവർ, ഒരേ ബെഞ്ചിലിരിക്കുന്നവർ, ലിവിങ്സ്. മറ്റൊരു മേഖലയാണ് ജോലി. ഒരുപക്ഷെ സ്ത്രീക്കായിരിക്കും മെച്ചപ്പെട്ട ജോലി, കൂടുതൽ പണം. മൂന്നാമത്തെ, അവൾക്കായിരിക്കാം ഒരുപക്ഷെ സമൂഹത്തിൽ പദവി കൂടുതൽ, അധികാരം കൂടുതൽ. എന്ത് തന്നെയായാലും ഈ നാളുകളിൽ വിധേയമില്ലായ്മ മൂലം തകർക്കപ്പെടുന്ന കുടുംബങ്ങൾ ഒത്തിരിയുണ്ട്. പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുകയാണ്, കർത്താവിനോടെന്ന പോലെ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ഓരോ ഭാര്യമാരോടും പൗലോസ്ലീഹ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ കുടുംബത്തിലെ എല്ലാ ബന്ധങ്ങളും നാം തിരിച്ചറിയണം. നല്ല ഒരു കുടുംബത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. യൂദയായിലെ ബത്ലഹേമിലുള്ള ഒരു കുടുംബം. അവിടെ എലിമേലെക്ക് എന്ന ഭർത്താവ്, നവോമി എന്ന ഭാര്യ, അഹ്ലോൻ കീലിയോൻ എന്ന 2 ആൺമക്കൾ, ഇവർ അടങ്ങുന്ന ഒരു കുടുംബം. റൂത്തിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് ഈ കുടുംബത്തെ കാണാനായിട്ട് സാധിക്കും. അവർ ബത്ലഹേമിൽ താമസിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് അബിമേലെക്ക് മരിക്കുകയാണ്. ഇപ്പോൾ നവോമിയും 2 ആൺമക്കളും മാത്രമായി. അങ്ങനെ അവർ ആ സമയം യൂദായിൽ അനുഭവപ്പെട്ട ഒരു പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം അവർക്ക് മറ്റൊരു ദേശത്തേക്ക്, മൊവാബ് എന്ന ദേശത്തേക്ക് കുടിയേറി പാർക്കേണ്ടതായിട്ട് വരികയാണ്. അവിടെ വെച്ച് 2 മൊവാബ് സ്ത്രീകളെ ഈ അഹ്ലോനും കിലിയോനും വിവാഹം ചെയ്യുന്നു. ഓർഫ എന്ന മൂത്ത മരുമകൾ, റൂത്ത് എന്ന 2ാമത്തെ മരുമകൾ. പക്ഷേ പെട്ടെന്ന് തന്നെ ഈ 2 ആൺമക്കളും മരിച്ചു പോകുന്നു. ഇപ്പോൾ നോക്കുക, അമ്മായിയമ്മ നവോമിയും 2 പെൺമക്കളും മരുമക്കളും മാത്രം. അന്നത്തെ ആചാരമനുസരിച്ച് ആ അമ്മായിയമ്മ വളരെ സ്നേഹത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ ഈ 2 പെൺമക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ മരിച്ചുപോയി, പക്ഷെ നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾക്ക് ഇനിയും ജീവിക്കാൻ ഒത്തിരി വർഷങ്ങളുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകുക. നിങ്ങൾക്കിനിയും വിവാഹം ചെയ്യാം, നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. മൂത്ത മരുമകൾ ഓർഫ അല്പം വിഷമത്തോടുകൂടെയാണ് എങ്കിലും അമ്മായിയമ്മയ പറഞ്ഞ കാര്യത്തിനോട് സമ്മതിക്കുകയും അമ്മായിയമ്മയെ ചുംബിച്ച് അവൾ വിടവാങ്ങുകയും ചെയ്തു. എന്നാൽ ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, റൂത്ത് തൻ്റെ അമ്മായിയമ്മയെ വിട്ടു പിരിയാതെ അവളോട് ചേർന്ന് നിന്നു. അമ്മായിയമ്മ നിർബന്ധിക്കാൻ തുടങ്ങി. അവളോട് പറഞ്ഞു, റൂത്ത്, നിന്റെ സഹോദരി ഇതാ അവളുടെ ഭവനത്തിലേക്ക് പോയി, നീയും പോകുക. നിന്റെ മുമ്പിലും ഒരു ജീവിതമുണ്ട്.
എൻ്റെ കാര്യമോർത്ത് നീ വിഷമിക്കണ്ട. റൂത്ത് അപ്പോൾ അമ്മായിയമ്മയായ നവോമിയോട് പറയുന്ന 3 വചനങ്ങൾ റൂത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ റൂത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്: അമ്മ പോകുന്നിടത്ത് ഞാനും വരും, അമ്മ താമസിക്കുന്നിടത്ത് ഞാനും താമസിക്കും. അമ്മയുടെ ദൈവം എൻ്റെ ദൈവം, അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാർ. അമ്മ മരിച്ച് അടക്കപ്പെടുന്ന അതേ സ്ഥലത്ത് തന്നെ ഞാനും മരിച്ച് അടക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നോക്കുക, 3 വചനം പറഞ്ഞപ്പോൾ 6 പ്രാവശ്യമാണ് ഈ റൂത്ത് നവോമിയെ, അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിച്ചത്. ഇന്ന് പല കുടുംബങ്ങളിലും മരുമക്കൾക്ക് അമ്മായിയമ്മയെ അമ്മേ എന്ന് വിളിക്കാനായിട്ട് ഒരു മടി, ഒരു വിഷമം, അതിന് കഴിയുന്നില്ല. അവരുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. ഇതുപോലെ തന്നെ മോളെ എന്ന് വിളിക്കാൻ സാധിക്കാത്ത വിധം മനസ്സ്, ഹൃദയം മുരടിച്ച അമ്മായിയമ്മമാരും ഉണ്ട്. പെട്ടെന്ന് അവർ തിരിച്ചു പോവുകയാണ് ബത്ലഹേമിലേക്ക്. നവോമിയും റൂത്തും തിരിച്ചുപോയി യൂദയായിലെത്തി. അവിടെ ബോവാസ് എന്ന തൻ്റെ സ്വന്തം വീട്ടുകുടുംബത്തിൽപ്പെട്ട ഒരാളായിട്ട് റൂത്തിൻ്റെ വിവാഹം നടക്കുന്നു. അവർക്കൊരു കുഞ്ഞുണ്ടാകുന്നു. റൂത്തിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, നവോമി ആ കുഞ്ഞിനെ മാറോടണച്ചു. അവൾ ആ കുഞ്ഞിനെ താലോലിക്കാൻ തുടങ്ങി. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഇതാ നവോമിക്ക് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, റൂത്തിന് കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്നല്ല അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് നവോമിക്ക് ഇതാ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഒരു ഐഡിയൽ അമ്മായിയമ്മയും മരുമകളും. പ്രിയ സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിൻ്റെ ബന്ധങ്ങൾ നീ ഇതുപോലെ തിരിച്ചറിയണം. പല കുടുംബങ്ങളിലും ഇത് സംഭവിക്കാത്തതിൻ്റെ കാരണം ഇന്ന് കുടുംബങ്ങൾ വളരെയധികം പലപ്പോഴും സീരിയൽ കൾച്ചറിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇന്നത്തെ വൈകുന്നേരങ്ങളിൽ പണ്ടത്തെ പോലെ ജപമാലകളില്ല, കുടുംബ പ്രാർത്ഥനകളില്ല. ഇന്ന് നാം കേൾക്കുന്നത് മുഴുവൻ സീരിയലുകളാണ്. ഓരോ തരത്തിൽ അതെല്ലാം നമുക്ക് തരുന്ന സന്ദേശങ്ങൾ ഒന്ന് മാത്രമാണ്: ദേഷ്യം, പക, പ്രതികാരം, വെറുപ്പ്, വിദ്വേഷം, മാത്സര്യം, തന്തോന്നിത്തം എന്നിവ. ഇതൊക്കെ കുടുംബങ്ങളിൽ വന്നപ്പോൾ ഇതാ കുടുംബത്ത് പ്രശ്നങ്ങളുണ്ടാകാനായിട്ട് തുടങ്ങി, കുടുംബത്ത് തകർച്ചയുണ്ടാകാനായിട്ട് തുടങ്ങി. മറ്റൊരു കുടുംബത്തെ ശ്രദ്ധിക്കാം. നമുക്കറിയാം തോബിത്തിൻ്റെ പുസ്തകം. തോബിത്ത് തൻ്റെ മകനെ മറ്റൊരു ദേശത്തേക്ക് പറഞ്ഞയക്കുക, തോബിയാസിനെ, പണ്ട് കിട്ടാനുള്ള പണം വാങ്ങി വരുവാനായിട്ട്. കൂട്ടത്തിൽ തോബിയാസിനെ സഹായിക്കാൻ റഫായേൽ മാലാഖ അറിയാതെയാണ് തോബിയാസിൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ചെല്ലുന്നത് റെഗുവേലിൻ്റെ വീട്ടിൽ. ഇതാ റെഗുവേലിൻ്റെ മകൾ സാറ 7 പ്രാവശ്യം വിവാഹം കഴിച്ച് 7 ഭർത്താക്കന്മാരും നഷ്ടപ്പെട്ട് ആത്മഹത്യയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് റഫായേൽ മാലാഖ പ്രത്യേകമായിട്ട് ഇടപെടുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ അത്ഭുതകരമായിട്ട് അവിടെ സംഭവിക്കുന്നു. അവരുടെ വിവാഹം നടക്കുന്നു, ആഘോഷങ്ങൾ നടക്കുന്നു, ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല. വിവാഹത്തിന് ശേഷമുള്ള ആഘോഷങ്ങൾക്ക് ശേഷം തോബിയാസിത സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയാണ് സാറായുമൊത്ത്. ഈ ഒരു രംഗം തോബിത്തിൻ്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റെഗുവേൽ തൻ്റെ മകളോട് പറയുന്ന ഒരു ഉപദേശമുണ്ട് അവിടെ. തോബിത്തിന് ആവശ്യമായ സ്വത്തും പണവും കന്നുകാലികളുടെ ഷെയറുമെല്ലാം കൊടുത്തതിന് ശേഷം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സാറ, നീ ഇനി തോബിത്തിൻ്റെ വീട്ടിൽ ജീവിക്കേണ്ടവള. അവൻ്റെ മാതാപിതാക്കളാണ് ഇനിമേൽ നിൻ്റെ മാതാപിതാക്കൾ. നിന്നെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് ഇടവരട്ടെ. ഇന്ന് പല കുടുംബങ്ങളിലും
പെൺമക്കൾ വിവാഹം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ആ പെണ്ണിൻ്റെ അമ്മ അല്ലെങ്കിൽ അപ്പൻ കൊടുക്കുന്ന ഉപദേശം എന്താണ്? പ്രത്യേകിച്ച് അമ്മമാർ ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും: അധികമൊന്നും വിട്ടുകൊടുക്കരുത്, ഒരു പിടി എപ്പോഴും നിൻ്റെ കയ്യിൽ വേണം. അവസാനം പറഞ്ഞ് അവനെ നീ വരച്ച വരയിൽ നിർത്തണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മുടെ സഹോദരിമാരൊക്കെ വരച്ച വരയിൽ നിർത്തി കുറേ ഭർത്താക്കന്മാർ ചെന്നുപെട്ടത് ഗവൺമെൻറ് വരച്ച വരയ്ക്ക് മുമ്പിലാണ്, ബിവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിലുള്ള ആ ക്യൂവിൻ്റെ മുമ്പിൽ. പല സ്ത്രീകളും ഇന്ന് വിവാഹത്തിന് ശേഷം അവരുടെ ശരീരം മാത്രമാണ് ഭർത്താവിൻ്റെ വീട്ടിൽ, മനസ്സും ഹൃദയവുമൊക്കെ അവർ ജനിച്ചു വളർന്ന വീട്ടിലാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദാമ്പത്യം ഒരു ധർമ്മമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുമ്പോൾ കുടുംബത്തിൻ്റെ തകർച്ച നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. നല്ല ഈശോയെ, അവിടുത്തെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. അവിടുത്തെ സംവിധാനം, കുടുംബത്തെക്കുറിച്ചുള്ള സംവിധാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ ആരാധിക്കുന്ന നല്ല ഒരു കുടുംബമാക്കി ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ മാറ്റണമേ. ബന്ധങ്ങളെ തിരിച്ചറിഞ്ഞ് അങ്ങേക്ക് ഒന്നാം സ്ഥാനം തന്നുകൊണ്ട് കുടുംബജീവിതം സന്തോഷപൂർവവും അനുഗ്രഹപൂർണവുമാക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദ ലോർഡ്. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.